ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ആർക്ക് വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് മോസസോർസിന് ടൈം ചെയ്യാൻ പോകുന്നത്. അതായത് കടലിലെ ഏറ്റവും വലിയ ജീവി, ദ കിങ് ഓഫ് സീ എന്നൊക്കെ പറയാൻ പറ്റും. ഈ എൻ്റെ പുറകിൽ ഇപ്പോൾ ഫോളോ ചെയ്ത് തരുന്ന ഈ സാധനമാണ് മോസസോർസ്. അപ്പോൾ ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ 3 ബെഹമോത്ത് ഗേറ്റ്, ഈ ഗേറ്റ് സാധാരണ നോർമൽ ഡൈനോ ഗേറ്റ് അല്ല, ബെഹമോത്ത് ഗേറ്റ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ട്രാപ്പ് സെറ്റ് ചെയ്യണം. ഒരു സൈഡ് അടച്ചേക്കാം, ഒരു സൈഡിലുള്ള ഡോറ് നമ്മുടെ ഹോട്ട് ബാറിൽ വെച്ചേക്കണം ഇതേപോലെ. അതിന് ശേഷം സാധനം ഉള്ളിൽ കയറി നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡോൾഫീനെ ആ സൈഡിൽ ഇട്ടുകൊണ്ട് നീന്തി വന്നുകൊണ്ട് ഡോർ അടയ്ക്കണം. ഇതാണ് മെയിൻ പരിപാടി. പക്ഷേ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സറൗണ്ടിങ് ഒക്കെ ക്ലിയർ ചെയ്യണം. എനിക്കാണെങ്കിൽ സറൗണ്ടിങ് ക്ലിയർ ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോഴേക്ക് സാധനം വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ സ്രാവാളും ജെല്ലി ഫിഷൊക്കെ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത്. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പുറകോട്ട് നീന്തി ഇങ്ങനെ അറ്റങ്ങൾ അറ്റാക്ക് ചെയ്താൽ സാധനം ചത്തോളും. അതേപോലെ തന്നെ ഈ ഒരു അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ എന്താ പറയുക, ഡൈവിങ് സ്ക്യൂബ ഗിയർ ഡാമേജ് ആവും. ആ ഒരു പ്രശ്നമുണ്ട്, വേറെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യത്തിന് പ്രൈമീറ്റൊക്കെ കയറുന്നുണ്ട്. ഈ പ്രൈമീറ്റൊക്കെ എടുത്ത് വയ്ക്കാം. ഈ മെയിനായിട്ട് നമ്മൾ ഈ മോസാസോറിന് ടൈം ചെയ്യാൻ യൂസ് ചെയ്യണത്, സ്പീഡ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം ഫിഷ് മീറ്റും പ്രൈം മീറ്റുമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് രണ്ടും എമർജൻസി ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്ക്യൂബ ടാങ്ക് പൊട്ടി പോകുന്നു, സാധനം പൊട്ടി, ഇനിയിപ്പോൾ വേറെ റീപ്ലേസാണ്. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇതിപ്പോൾ ഡീപ് സീ ആണ്. ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നിർദ്ദിഷ്ട ജീവികളുണ്ടാവും. അതായത് ഒരു നിർദ്ദിഷ്ട ജീവി ഒന്ന് അറ്റാക്ക് ഉണ്ട്, സാധനം നമ്മളെ കൊല്ലും മിക്കവാറും. അപ്പോൾ ഞാൻ എന്തായാലും ട്രാങ്കാരം എടുത്തിടട്ടെ. ലെവൽ 20 മോസസോർസിനാണ് നമ്മൾ ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. വലുതിനൊന്നും ട്രാപ്പ് ചെയ്യാൻ വയ്യ, അടിച്ച് തീരൂരറ്റുന്നത്. അതുകൊണ്ടാണ് സാധനത്തിന് അടിയായിട്ട് കൊടുത്ത് ചാവണില്ലേ. ഓക്കെ, സാധനം ചത്തിട്ടുണ്ട്. യൂറോപ്റ്റോയിഡോ അങ്ങനത്തെ സാധനമാണ്. അപ്പോൾ ഇതിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് പേൾ കിട്ടും. അതേപോലെ ഈ സാധനങ്ങൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൊന്നു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നമുക്ക് ബ്ലാക്ക് പേൾ ഫാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മെയിൻ പരിപാടി. ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാവം ആംഗ്ലോ ഫിഷാണ്. അതേപോലെ അതാ അടുത്ത് ട്യൂറോട്ട് 3 ബ്ലാക്ക് പേളാണ് ഒന്നിനെ കിട്ടിയത്. അത്യാവശ്യം ഓയിലും കിട്ടുന്നുണ്ട്, സിലിക്ക പേളും കിട്ടുന്നുണ്ട്. അതായത് ഒരു മാസീവ് റിസോഴ്സ് തന്നെയാണ് സാധനം കിട്ടുമെന്ന് കൊല്ലുമ്പോൾ കിട്ടുന്നത്. ഈ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര റയറായിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിനും കൊന്ന് എത്ര കിട്ടും നോക്കട്ടെ. അപ്പോൾ 2, 3, 4 ബ്ലാക്ക് പേളാണ് ഈ ലാസ്റ്റത്തെ തന്നെ വന്നപ്പോൾ കിട്ടിയത്. അത്യാവശ്യത്തിന് ഓയിലും സാധനങ്ങളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈമിംഗ് പരിപാടിയിലോട്ട് കിടക്കാം. നേരെ ഡയറക്റ്റായിട്ട് നോർമൽ ടൈം പോലെ തന്നെ ട്രാങ്കാരം ഉപയോഗിച്ച് അടിച്ച് നോക്ക് ചെയ്യുക. ലെവൽ 20 ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കാവും. ഇതിനധികം പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡാമേജ് ഇതിന് കുറച്ച് കുറവാണ്. ഒരു ബൈറ്റ് എനിക്ക് കിട്ടി. ബൈറ്റ് കിട്ടിയപ്പോൾ വലിയ പ്രശ്നം വന്നില്ല. അല്ലെങ്കിൽ എന്നുണ്ട് നോർമൽ ഒരു മോസസോർ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ബൈറ്റിൽ ചത്തു പോകേണ്ടതാണ്. ഇത് എൻ്റെ അത്യാവശ്യം ടാങ്കി ആയിട്ടുള്ള ഡോൾഫിൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. സാധനം എന്തായാലും നോക്കായിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഭയം, നോക്കായ പോലെ കിടക്കണമെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് കൂടെ ഒന്ന് പോയി നോക്കണം. പക്ഷേ അനങ്ങളില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സാധനം നോക്കായിരുന്നു. വാ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇൻവെൻറ്ററിലോട്ട് പ്രൈം ഫിഷ് മീറ്റ് ഈ സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ ഇത് സ്പീഡിൽ ടൈമാവും. അതേ തന്നെ അത്യാവശ്യത്തിനുള്ള മറ്റേ ബയോടോക്സിൻ കയ്യിൽ കരുതണം. ഈ ടൈം ആവുന്നതിൻ്റെ മുമ്പേ ടോർപ്പർ കുറച്ച് ഫാസ്റ്റായിട്ട് ഇറങ്ങും സാധനത്തിന്. അപ്പോൾ ബയോടോക്സിൻ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ടോർപ്പർ എംപ്റ്റി കഴിഞ്ഞാൽ ടൈമിങ് ഫെയിലായി പോകും. സോ ബയോടോക്സിൻ മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബയോടോക്സിൻ എടുക്കുക. ഇത് ഞാൻ പിന്നെ ഓൾറെഡി ലാൻഡിൽ നിന്നും കുറേ പ്രൈമീറ്റ് ശേഖരിച്ച് നമ്മുടെ ഡോൾഫിൻ്റെ ഇൻവെൻറ്ററിൽ ഇട്ടിരിക്കണം. അപ്പോൾ അത് എടുത്തുകൊണ്ടുവന്നുകൊണ്ട് ഇതിൻ്റെ മോസസോറസിൻ്റെ ഇൻവെൻറ്ററിലൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് പ്രൈമീറ്റിൽ ഓടിക്കോളും. പ്രൈമീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ടൈമായി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ബയോടോക്സിന് അധികം ആവശ്യം വരില്ല. എല്ലാം പിന്നെ കിബിൾസ് യൂസ് ചെയ്യണം. കിബിൾസൊക്കെ പറഞ്ഞാൽ പഴയ ആർക്ക് പോലെയല്ല. പഴയ ആർക്കിൽ ഏത് മുട്ടച്ച് കിബിൾ ഉണ്ടാക്കിയായിരുന്നു. ഈ പുതിയ ആർക്കിൽ എന്ന് പറഞ്ഞാൽ ഈ കിബിൾ പല കാറ്റഗറിയാണ്. ആ കാറ്റഗറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ റിസ്ക്കുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പ്രൈമീറ്റിനെ ആശ്രയിക്കുന്നത് ടൈമിങ്ങിന് വേണ്ടിയിട്ട്. സോ ഇനിയിപ്പോൾ കുറേ നേരം എടുക്കും സാധനം ടൈം ചെയ്യാൻ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു നെറ്റ് വന്നില്ലേ സ്ക്രീനിൽ. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡാണ്, അതായത് ഈ ഓഷ്യൻ്റെ എൻഡിലാണ്, അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഡീപ്പ് സീലാണ് ഈ മോസസോറിനെ കാണപ്പെടുന്നത്. മോസസോറിനെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത സാധനം കിട്ടി ഗൈസ്. പ്രൈം കുറച്ചുകൂടി ബ്ലാക്ക് പേൾ ഒപ്പിക്കാം. യൂറിപ്റ്റോയിഡ് 5 ബ്ലാക്ക് പേൾ, 6 ഓയിൽ, 41 ചിരി. എന്തൊക്കെയാണ്, ഭയങ്കര റിസോഴ്സാണ്. കൂടുതൽ നല്ല റിസോഴ്സ് കിട്ടുന്നുണ്ട് സാധനം കൊല്ലുമ്പോൾ. ഇവിടെ ഇനിയും വരേണ്ടി വരും ഇതിനെ അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇനിയിപ്പോൾ ടൈമായിട്ട് കാണാം. കുറേ നേരത്തിന് ശേഷമാണ് സാധനം ടൈമായി കിട്ടിയത്. ഇപ്പോൾ പേരിട്ടൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോസ് എന്നാണ് ഞാൻ പേരിട്ടുന്നത്. എന്തായാലും വേറെ പേരൊന്നും ചിന്തിക്കാനുള്ള ഒരു മൂഡില്ലാത്തതുകൊണ്ട് തൽക്കാലം മോസ് എന്ന് പേരിട്ടു. ഇനിയിപ്പോൾ ഡോറൊക്കെ തുറന്ന് സാധനത്തിന് പുറത്തെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. വരുമോ നോക്കാം ആൾ, അതാണ് പ്രശ്നം.
വന്നു ഗൈസ്. അപ്പോൾ ഡോർ തുറന്നെടുത്തപ്പോൾ സാധനം വെളിയിലോട്ട് വരുന്നുണ്ട്. വാ ഇതൊരു കൂറ്റൻ സാധനമാണ്, ഇതൊരു കൂറ്റൻ ജീവിയാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും ഇതിനെ. ഇതൊരു വൈൽഡ് ആനിമൽ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ബൈറ്റിന് നമ്മൾ ചാവും, അതാണ് പ്രത്യേകത. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സാഡിൽ നമ്മുടെ കയ്യിലില്ല, സാഡിൽ ഉണ്ടാക്കണമെങ്കിൽ ബേസിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഇതിനെ ഫോളോ ചെയ്ത് ചെയ്യിപ്പിച്ച് ബേസ് കൊണ്ടുപോകണം. എന്ത് നീളമാണല്ലേ സാധനത്തിന്, കീഴിലുള്ള സാധനം, ഒന്നും പറയാനില്ല. വരുന്നുണ്ട്. നമ്മുടെ ഡോൾഫിനും ഇതും കൂടെ ഉള്ളൊരു ഡിഫറൻസ് അല്ലേ. മറ്റേതൊരു കൂച്ച സാധനമാണ്. ഇതിന് പ്ലാറ്റ്ഫോം സാഡിലുണ്ടോ അത് അറിഞ്ഞുകൂടെ, നോക്കണം. മോസസോറസിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അറിയും പ്ലാറ്റ്ഫോം സൈഡിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. കടലിലെ കിങ് അല്ലേ, ആരാ മുന്നിലൊരു നിഴൽ പഠിച്ചനെ. ഈ കടലിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഡംഗ്ലിയോ ഒന്നും ഡേഞ്ചർ. കടലിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോപ്പറായിട്ട് സ്ക്യൂബ മാസ്കോ അല്ലെങ്കിൽ ഈ ഗ്യാസ് മാസ്കോ ഇല്ലെങ്കിൽ നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. ഇപ്പോൾ ഒന്നും ഇടാത്തതുകൊണ്ടാണ് എനിക്ക് കുറേ ഡിസ്റ്റൻസിൽ വിസിബിലിറ്റി ഇല്ലാത്തത്. ഒരു സ്രാവ് ഇതാ നമ്മുടെ നേരെ വരുന്നു, നല്ല കിടിലൻ സ്രാവ്, പച്ചയും നീലയും കളറുള്ള സ്രാവ് ഗൈസ്. ഇതിന് നോക്ക് ചെയ്തല്ലോ, രണ്ടെണ്ണമാണ്. ഇത് ലെവൽ കുറവാണ്, വേണ്ട, പോയേക്കാം. വെറുതെ അവന്മാരെ എടുത്ത് അടി വാങ്ങി കൂട്ടണ്ട. സോ നേരെ നമുക്കിനി ഇതിൻ്റെ സാഡിലും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എന്താ സാധനം കൊള്ളാം. ഈ കടലിലുള്ള ഒരു വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് വലിയ ഭംഗിയില്ല എന്നുള്ളൂ. ഇത് കരയിൽ കൊണ്ടുപോയതിന് നല്ല ഭംഗിയായിരിക്കും, നോക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ്, ഐലാൻഡിലെ ബേസ് ഈ ഒരു ദ്വീപിൻ്റെ മുനമ്പിലാണ്. അപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച ബേസാണ്. ഇവിടെ ഒരു പ്ലൂസോസോറാണ് ഈ കിടക്കുന്നത്. അതേപോലെ ഈ മോസസോറിനെ എവിടെ പാർക്ക് ചെയ്യുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യേണ്ടി വരും. ഇതിനെ കയറ്റി കിടത്താൻ വേണ്ടിയിട്ട് ഒരു നല്ല സ്പേസ് ഇല്ല സത്യം പറഞ്ഞാൽ, അത്രയ്ക്ക് വലുതാണ് ഇതിനെ കയറ്റി കിടത്താൻ ഞാൻ ഒരുപാട് റിസോഴ്സ് ഗ്യാദർ ചെയ്ത് കണ്ട് സ്പേസ് ഉണ്ടാക്കേണ്ടി വരും. കണ്ടോ, കൂച്ച സാധനം, പാമ്പൊക്കെ നീന്തണ പോലെയാണ് ആൾ നീന്തുന്നത്. വെറുതെ അല്ല കിങ് ഓഫ് സീ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നാണ്, ഇതിൻ്റെ വായൻ്റെ ഉള്ളിൽ ഒരിക്കലും പെടരുത്. ഒരൊറ്റ ബൈറ്റിന് സാധനം നമ്മൾ തീരും, അത്രയ്ക്ക് ബൈറ്റ് ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മോസസോറിന് പറഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം ഇതിൻ്റെ അടുത്ത് നിന്ന് കടി ഒടുങ്ങാതിരിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ടൈം ചെയ്യുക. അതായത് നിങ്ങളെ ഡോൾഫിന് അത്യാവശ്യം ഹെൽത്ത് കൊടുക്കുക, അതേപോലെ സ്പീഡ് ഉണ്ടായിരിക്കണം. ഈ മോസസോറിന് ഔട്ട് റൺ ചെയ്യാൻ പറ്റണം. മെയിനായിട്ട് നമ്മുടെ ഡോൾഫിനായിരിക്കും അതിൻ്റെ ടാർഗറ്റ്. ഈ ടാർഗറ്റായി വരുന്ന ഡോൾഫിനെ ഫോളോ ചെയ്തിട്ടാണ് മോസസോർ വരിക. അപ്പോൾ ഹെൽത്ത് കുറവാണെങ്കിൽ ചിലപ്പോൾ സിംഗിൾ ബൈറ്റിൽ എങ്ങനെയാലും ഒരു കടിയൊക്കെ കിട്ടും. അപ്പോൾ സിംഗിൾ ബൈറ്റിൽ നമ്മുടെ ഡോൾഫിൻ ചാവും. അപ്പോൾ എന്താ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടാങ്ക് ആയിട്ടുള്ള ഡോൾഫിനായിട്ട് പോവുക. അതേപോലെ തന്നെ മോസസോറിനെക്കാട്ട് സ്പീഡ് വേണം ഡോൾഫിന്. ഓടിക്കാണ്ട് നമ്മുടെ ഗേറ്റ് കയറി മോസസോർ ഉള്ളിൽ കയറുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു എബിലിറ്റി വേണം. പിന്നെ ഈ മോസസോറിന് ട്രെയിനിങ് ഗ്രേഡിയൻസ് ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് ഡോൾഫിൻ ഇങ്ങനെ സിക്സാഗൊക്കെ പോവുകയാണെങ്കിൽ മോസസോറിന് നമ്മളെ പിടിക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം മോസസോർ നമ്മളെ കയറി മാന്തും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കരയിലെത്തി. ഇനിയിപ്പോൾ സാഡിൽ ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പോൾ മോസസോറിൻ്റെ സാഡിൽ സ്മിത്തിയിൽ അവൈലബിൾ ആണ്, സ്മിത്തിയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്നും കാണിക്കാനില്ല, കാണിക്കാൻ വീഡിയോ ഒരുപാട് ലെങ്ത് പോകും. സോ പെട്ടെന്ന് മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്തുകൊണ്ടുവന്നുകൊണ്ട് കുറേ മെറ്റീരിയൽ നമ്മുടെ എന്താ പറയുക റൈനോനാഥൻ്റെ ഇൻവെൻട്രിയിലും അങ്ങനെയായിട്ട് കുറേ മെറ്റീരിയലൊക്കെ ഉണ്ട്. അല്ലാത്ത മെറ്റീരിയൽ നമുക്ക് എന്തായാലും ഹാർവസ്റ്റ് ചെയ്യണം. മെറ്റീരിയൽ ഹാർവസ്റ്റിംഗ് ആയിരിക്കും ഇതിനുള്ള മെയിൻ പരിപാടി. കാരണം ഇപ്പോൾ എൻ്റെ അടുത്തൊരു പ്രിമിറ്റീവായിട്ടുള്ളൊരു മോസസോറിൻ്റെ സാഡലുണ്ട്, അതുണ്ടാക്കാൻ നോക്കാം. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഈ അസെൻഡൻ്റൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ തീർന്ന്, വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ 2 ദിവസത്തേക്ക് നമുക്ക് അസെൻഡൻ്റ് സാഡൽ ഉണ്ടാക്കാനുള്ള ഫാമിംഗ് മാത്രമായിട്ട് ഇരുന്ന് കളിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ലോക്കൽ കൂതറ സാധനം മതി, വലിയ പ്രശ്നമില്ല. ഇവിടെ നിന്ന് ആരും വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകണില്ല. പ്രത്യേകിച്ച് മോസസോറിനൊന്നും ആരും അറ്റാക്ക് ചെയ്യില്ല. അറ്റാക്ക് ചെയ്താൽ തന്നെ ഒരൊറ്റടിക്ക് സാധനം ചാവും. സോ നേരെ സാഡിൽ ഉണ്ടാക്കട്ടെ ഞാൻ ഗൈസ്. അങ്ങനെ സാഡിലൊക്കെ ഉണ്ടാക്കി ലിറ്ററലി പറഞ്ഞാൽ 120-150ഓളം മറ്റേ സിമെൻറ്റിങ് പേസ്റ്റും അതേപോലെ തന്നെ 400ഓളം മെറ്റലിങ്കോട്ടൊക്കെ വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ മെറ്റലിങ്കോട്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പരിപാടിയായിരുന്നു, റിസ്ക് പരിപാടിയായിരുന്നു. മെയിനായിട്ട് നമ്മുടെ റിസോഴ്സൊക്കെ കിടക്കുന്നത് തന്നെ റാഗ്നറോക്കിലായതുകൊണ്ട് അവിടുന്ന് എടുത്തു കൊണ്ടുവരേണ്ടി വരും. അതായത് ഇവിടെ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ, ഈ ഐലാൻഡിൽ അധികം കളിക്കാത്തതുകൊണ്ട് നമുക്ക് റിസോഴ്സ് കുറവാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കുറേ മെറ്റലിരുന്ന് കൂട്ടിയിട്ട് കണ്ട് കത്തിച്ച് മെറ്റലിങ്കോട്ട് ഉണ്ടാക്കി. അതേപോലെ തന്നെ 2-3 പാവം ബീവർ ഡാം റൈഡ് ചെയ്ത് കുറച്ച് ഉണ്ടാക്കിയ സാഡിലാണ്. ഇനിയിപ്പോൾ സാഡിൽ കൊണ്ട് എക്യുപ്പ് ചെയ്യട്ടെ സാധനത്തിന്. എക്യുപ്പ് ചെയ്ത് റൈഡ് ചെയ്യാതിരുന്നാൽ നമുക്കൊരു സമാധാനമില്ല. ഇത് ഇത്രയും വലിയ സാധനമായിട്ട് റൈഡ് ചെയ്യണ്ടേ. ഓക്കെ, സാഡിലൊക്കെ എക്യുപ്പ് ചെയ്ത് എവിടെ ഓക്കെ ഇതിൻ്റെ പുറത്ത് കടത്താണല്ലേ.
അപ്പോൾ ഗൈസ് ഇതിപ്പോൾ നോർമലായിട്ട് നമ്മുടെ സ്രാവൊക്കെ പോലെ തന്നെ വലിയൊരു ഇതില്ല എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡൊക്കെ ഉണ്ട്, സ്പീഡൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ആൾ പോകുന്നുണ്ട്. സ്റ്റാമിന എങ്ങനെയുണ്ട്? സ്റ്റാമിന കുറച്ച് സ്പീഡ്, അതായത് ലാൻഡിൽ റെക്സൊക്കെ കുറേ ഓടിക്കഴിഞ്ഞാൽ ലാൻഡിലെ ഭീമാകരമായ ജീവികളാണ് റെക്സ്, അതേപോലെ തന്നെ ഗിഗ തുടങ്ങിയ സാധനങ്ങൾ. ഈ സാധനങ്ങൾ അത്യാവശ്യം നല്ല കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റാമിന ഡ്രെയിൻ ആവും. നല്ല രീതിയിൽ സ്റ്റാമിന വേണം ഈ സാധനങ്ങൾക്ക്. അതേപോലെ തന്നെ നമ്മുടെ മോസാസോറിൻ്റെ അവസ്ഥ, ആൾക്ക് സ്റ്റാമിന പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നുണ്ട്. ഇപ്പോൾ മിക്കവാറും ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാമിന മാത്രം ഡെവലപ്പ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അധിക ദൂരത്തിനും കൊണ്ട് പോകാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ വലിയ ഭീമാകരന്മാരായ ജീവികളെ ടൈം ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് ഇത്. സ്റ്റാമിനയുടെ ഒരു മെയിൻ പ്രോബ്ലം വരും. അറ്റാക്കിങ്ങൊക്കെ കിടിലം, ഓരോ മാന്തലിനും ഓരോന്നും ചാവും. അറ്റാക്കിങ് ഒരു വൃത്തിയായിട്ട രീതിയിലുള്ള അറ്റാക്കിങ് കൂടിയാണ്. സാധനത്തിന് മറ്റേ വളയ്ക്കാനാണ് പാട്. ഒന്ന് വളഞ്ഞ് കിട്ടാൻ ഒരു ഏരിയ മൊത്തം ചുറ്റണം. സീൻ തന്നെ കണ്ടോ, വളഞ്ഞ് കിട്ടി ആ ഡോൾഫിൻ്റെ അടുത്തേക്ക് വളയ്ക്കാൻ നോക്കുകയാണ്, സാധനം വളഞ്ഞ് ഒടിയണില്ല. എന്ത് ചെയ്യുന്നു, കുറേ നേരമായി ഞാൻ കഷ്ടപ്പെട്ട് വളയ്ക്കണം, അപ്പോഴാണ് ഒന്ന് ബൈറ്റ് ചെയ്യാൻ പറ്റിയത് ഡോൾഫിനെ. പ്രശ്നം തന്നെ. അപ്പോൾ ഇതിൻ്റെ പുറത്തിരുന്ന് കണ്ട് നമുക്ക് വെപ്പൺസ് യൂസ് ചെയ്യാൻ കഴിയില്ല. അതിപ്പോൾ നമ്മുടെ ഡോൾഫിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ വെപ്പൺസ് യൂസ് ചെയ്യാൻ. അതായത് കടലിലിപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സ്രാവിനെ മെഗാലോഡനെ കൊണ്ട് പറ്റില്ല, മോസാസോറിനെ കൊണ്ട് പറ്റില്ല, പ്യൂസസോറിൽ പറ്റില്ല, ഡംഗ്ലിയോസ്റ്റോസിൽ പറ്റില്ല. ഈ സാധനങ്ങളൊന്നും വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിവ്. കിടുന്ന സാധനമാണ് എന്തായാലും, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒരു ഈ ഗോഡ്സില്ലൊക്കെ സിനിമ കാണുമ്പോൾ ഗോഡ്സിലൊക്കെ കടലിലൂടെ വരുന്ന പോലെയാണ് സാധനം വരുന്നത്. ഗോഡ്സില്ലേൻ്റെ പോലെ പുറത്ത് ഒരു പച്ച കൊമ്പൊക്കെ ഉണ്ട് നീളത്തിൽ. എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ ഇതിന് ഓടുകയാണെങ്കിലും എവിടെ നല്ലൊരു സ്പോട്ട് നോക്കിയാണ്ട് നമുക്ക് ബേസിൽ പാർക്ക് ചെയ്യണം. എവിടെ പാർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ, എൻ്റെ ബേസിൻ്റെ നീളമുണ്ട് സാധനത്തിന്, കണ്ട നമ്മുടെ ബേസിൻ്റെ വലിപ്പമുണ്ട് ഇതിന്. അപ്പോൾ ഈ ബേസിൻ്റെ വലിപ്പമുള്ള ഇതിന് ബേസിൽ എവിടെ പാർക്ക് ചെയ്യുന്നുള്ള സാധനം വളരെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും അണ്ടർ വാട്ടറിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യേണ്ടി വരും. സാധനത്തിന് പാർക്ക് ചെയ്യെങ്കിലും നടക്കൂല, ഇവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ, ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ കൊണ്ട് ഇട്ടേക്കാം. ഈ ഒരു സൈഡ് കയറുന്നില്ല, നീങ്ങണില്ല. ഇത്രയും വലിയ സാധനമായതുകൊണ്ട് അവിടെ അധികം ഡെപ്ത് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് കയറി പോകാത്തത്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ട്രോഫി ബേസിൻ്റെ അടിയിൽ കൊണ്ടുപോയി നിർത്തേണ്ടി വരും ഇതിന്, അവിടെ കിടക്കട്ടെ. അപ്പോൾ ഗൈസ് ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. മെയിനായിട്ട് മോസസോറസ് ടൈമിംഗ് ആയിരുന്നു ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് പരിപാടി. സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആർക്ക് വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ രണ്ടെണ്ണം കൂടി ഇവിടെ. ഇത് രണ്ടെണ്ണമാണ് കടലിലെ ഏറ്റവും ഭീമാകരമായ ജീവികൾ. ഒന്ന് മോസസോറസും ഒന്ന് പ്ലൂസസോറും. പക്ഷേ പ്ലൂസസോറിനെക്കാട്ടി ലെങ്ത്ത് കൂടുതലാണ് മോസസോറ്, കണ്ടില്ലേ? പ്ലൂസസോറ് ആമ പഴയ വലിയ കൂറ്റൻ ആമ. ലെങ്ത്ത് നോക്കുമ്പോൾ മോസസോർ തന്നെയാണ് വലുത്, ബോഡി കൊണ്ടും ലെങ്ത്ത് കൊണ്ടും മോസസോർ തന്നെയാണ് വലുത്. കൊള്ളാം, കിടിലം സാധനം. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. രണ്ടിനും കൂടി കാണിച്ചു തരാം. കണ്ട കിടിലല്ലേ, രണ്ടെണ്ണം കിടക്കണം, രണ്ട് കൂറ്റ സാധനങ്ങൾ, ഒരു രക്ഷയില്ല.